ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. മാൽദീവ്സിന്റെ 60ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. വിദേശ പര്യടനം പൂർത്തിയാക്കി 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തമിഴ്നാട്ടിലെത്തും. 4800 കോടിയിലധികം രൂപയുടെ പദ്ധതികൾക്ക് തുടക്കമിടും. അടൽ പെൻഷൻ യോജനയിൽ ഈ സാമ്പത്തിക വർഷത്തിൽ മാത്രം 39 ലക്ഷം പേർ അംഗത്വം നേടി. ഇന്ന് വിജയ് ദിവസ്. 1999 കാർഗിൽ യുദ്ധത്തിൽ ജീവൻ ബലിയർപ്പിച്ച ധീര സൈനികർക്ക് രാഷ്ട്രം ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നു. വനിതാ ചെസ് ലോകകപ്പ് ഫൈനലിലെ ആദ്യ മത്സരത്തിൽ ഇന്ന് ഇന്ത്യൻ താരങ്ങളായ കൊനേരു ഹംപിയും ദിവ്യ ദേശ്മുഖും ഏറ്റുമുട്ടും. കേരളത്തിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്ക്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. വാർത്തകൾ വിശദമായി. മാൽദീവ്സിന്റെ 60ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. ഇന്നലെ മാൽദീവ്സ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കായി പ്രത്യേക വിരുന്നൊരുക്കി. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ച 2ാമത്തെ വ്യക്തിയായി മാറിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ശ്രീ മുഹമ്മദ് മൊയ്സു അഭിനന്ദിച്ചു. മാൽദീവ്സിന്റെ ഏറ്റവും വിശ്വസനീയവുമായ പങ്കാളിയായി ഇന്ത്യ വളരെക്കാലമായി നിലകൊള്ളുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. India has long stood as the Maldives' closest and most trusted partner. Our collaboration spans a wide range of areas, from security and trade to healthcare, education and beyond, touching the everyday lives of our citizens. Hundreds of Maldivians travel to India for medical care, education and business. മത്സ്യബന്ധനം, മത്സ്യകൃഷി, കാലാവസ്ഥാ ശാസ്ത്രം, ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങൾ തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യ മാൽദീവ്സുമായി ഇന്നലെ 6 ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. ഇന്ത്യ മാൽദീവ്സിന് 4850 കോടി രൂപയുടെ വായ്പ അനുവദിക്കാനും തീരുമാനമായി. സ്വതന്ത്ര വ്യാപാര കരാർ ആരംഭിക്കുന്നതിനുള്ള ചർച്ചകൾ ആരംഭിച്ചതായും ഇരു രാഷ്ട്രവും പ്രഖ്യാപിച്ചു. UK മാൽദ്വീപ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തമിഴ്നാട്ടിലെത്തും. രാത്രി 8 മണിയോടെ തൂത്തുക്കുടിയിൽ നടക്കുന്ന പരിപാടിയിൽ 4800 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം, തറക്കല്ലിടൽ എന്നിവ പ്രധാനമന്ത്രി നിർവഹിക്കും. തൂത്തുക്കുടി വിമാനത്താവളത്തിലെ പുതിയ ടെർമിനൽ കെട്ടിടം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. കൂടംകുളം ആണവ നിലയത്തിൽ നിന്ന് വൈദ്യുതി വിതരണം ചെയ്യാനുള്ള അന്തർ സംസ്ഥാന വൈദ്യുതി പ്രസരണ പദ്ധതിക്ക് തറക്കല്ലിടും. നാളെ ഗംഗൈക്കൊണ്ടചോളപുരം ക്ഷേത്രത്തിൽ നടക്കുന്ന പൊതുപരിപാടിയിൽ ഇന്ത്യയിലെ ഏറ്റവും മഹാനായ ചക്രവർത്തിമാരിൽ ഒരാളായ രാജേന്ദ്ര ചോളൻ ഒന്നാമനെ ആദരിക്കുന്ന ഒരു സ്മാരക നാണയം പ്രധാനമന്ത്രി പുറത്തിറക്കും. വിശദാംശങ്ങളിലേക്ക്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തൂത്തുക്കുടിയിൽ സുരക്ഷ കർശനമാക്കി. തൂത്തുക്കുടിയിലെ ആധുനികവൽക്കരിച്ച വിമാനത്താവളം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. 2 ഹൈവേ പദ്ധതികൾ രാഷ്ട്രത്തിന് സമർപ്പിക്കും. ദേശീയപാത 36-ൽ സേത്തിയത്തോപ്പ് ചോളപുരം സെക്ടർ 4 വരിയാക്കിയതാണ് ഒന്നാമത്തേത്. ഏകദേശം 200 കോടി ചെലവിൽ പൂർത്തിയാക്കിയ തൂത്തുക്കുടി തുറമുഖ റോഡിന്റെ 6 വരി പാതയാണ് രണ്ടാമത്തേത്. ചിദംബരനാർ തുറമുഖത്ത് സജ്ജമാക്കിയ പുതിയ കാർഗോ ബർത്ത് ഉദ്ഘാടനം ചെയ്യും. തെക്കൻ തമിഴ്നാട്ടിൽ 3 പ്രധാന റെയിൽവേ അടിസ്ഥാന സൌകര്യ പദ്ധതികൾ പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും. തിരുവനന്തപുരം കന്യാകുമാരി പദ്ധതിയുടെ ഭാഗമായ നാഗർകോയിൽ ടൌൺ കന്യാകുമാരി 21 കിലോമീറ്റർ ഭാഗം ഇരട്ടിപ്പിച്ചതും രാഷ്ട്രത്തിന് സമർപ്പിക്കും. 650 കോടി ചെലവിൽ പൂർത്തിയാക്കിയ പദ്ധതി തമിഴ്നാടിനും കേരളത്തിനുമിടയിലുള്ള യാത്ര സുഗമമാക്കും. കൂടംകുളം ആണവ നിലയത്തിൽ നിന്ന് അന്തർ സംസ്ഥാന വൈദ്യുതി നീക്കം സുഗമമാക്കാനുള്ള പ്രസരണ പദ്ധതിക്ക് പ്രധാനമന്ത്രി തറക്കല്ലിടും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. അടൽ പെൻഷൻ യോജനയിൽ ഈ സാമ്പത്തിക വർഷത്തിൽ മാത്രം 39 ലക്ഷം പേർ അംഗത്വം നേടി. ആകെ 8 കോടി പേർ ഈ പദ്ധതിയിൽ അംഗങ്ങളായതായി പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി അറിയിച്ചു. 2015 മെയ് 9 ആരംഭിച്ച പദ്ധതിയുടെ 10ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് ഈ സുപ്രധാന നാഴികക്കല്ല് പിന്നിട്ടത്. രാജ്യത്ത് സമഗ്രവും സുസ്ഥിരവുമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടുള്ള PM വികസിത് ഭാരത് റോസ്ഗാർ യോജന അടുത്ത മാസം 1 മുതൽ പ്രാബല്യത്തിൽ വരും. പദ്ധതിയിലൂടെ 2 വർഷത്തിനുള്ളിൽ രാജ്യത്ത് 3.5 കോടിയിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. ഭീകരവാദ കള്ളക്കടത്ത് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ഒളിവിൽ കഴിയുന്നവരെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യത്തെ നിയമനിർവഹണ ഏജൻസികൾക്ക് നിർദ്ദേശം നൽകി. ന്യൂഡൽഹിയിൽ ഇന്നലെ നടന്ന 2 ദിവസത്തെ ദേശീയ സുരക്ഷാ തന്ത്ര സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
1999 കാർഗിൽ യുദ്ധത്തിൽ ജീവൻ ബലിയർപ്പിച്ച ഇന്ത്യൻ സൈനികരുടെ ധീരതയെ ആദരിക്കുന്നതിനായി ഇന്ന് രാജ്യം കാർഗിൽ വിജയ് ദിവസ് ആചരിക്കുന്നു. പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ വിജയത്തിന്റെയും ഓപ്പറേഷൻ വിജയിന്റെ വിജയത്തിന്റെയും 26ാം വാർഷികമാണ് ഇന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 124ാം പതിപ്പാണിത്. പരിപാടിയുടെ മലയാള പരിഭാഷയും ഉണ്ടായിരിക്കുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പഹൽഗാം ഭീകരാക്രമണവും ഓപ്പറേഷൻ സിന്ദൂറും സംബന്ധിച്ച് തിങ്കളാഴ്ച പാർലമെന്റിൽ പ്രത്യേക ചർച്ച നടത്തുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ലോക്സഭാ സ്പീക്കർ ഓം ബിർള വിളിച്ച സർവകക്ഷി യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. OBCയിൽ ഉൾപ്പെടുന്ന മറ്റ് പിന്നാക്ക ജാതിക്കാർക്ക് സർക്കാർ ഒന്നും ചെയ്തിട്ടില്ലെന്ന കോൺഗ്രസിന്റെ വാദം തള്ളി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. 2025 സർക്കാർ അനുവദിച്ച തസ്തികകൾ 18,951 വർദ്ധിപ്പിച്ചതായും ഒഴിവുകൾ 37% നിന്ന് 25.8% കുറച്ചതായും അദ്ദേഹം പറഞ്ഞു. SC/ST रिजर्वेशन में आज 8,150 SC/ST OBC वर्ग के लोगों को नियुक्ति किया गया है. SC वर्ग में लगभग 13% नियुक्ति किया. आज 15 में से 13% पोस्ट भरा हुआ है. 7.5 में से ST में से 6.5% भरा हुआ है और 27% में से 22.8% OBC पोस्ट भरा हुआ है. പുതുതായി നിലവിൽ വന്ന സ്വതന്ത്ര വ്യാപാര കരാർ കേരളത്തിന്റെ സമുദ്രോൽപ്പന്ന മേഖലയ്ക്കും സുഗന്ധ വ്യഞ്ജന മേഖലയ്ക്കും ഏറെ പ്രയോജനകരമാകുമെന്ന് വിലയിരുത്തൽ. ചെമ്മീൻ, ചൂര തുടങ്ങിയ സമുദ്രോൽപ്പന്നങ്ങൾക്കും കുരുമുളകടക്കം സുഗന്ധ വ്യഞ്ജനങ്ങൾക്കും ബ്രിട്ടനിൽ ആവശ്യക്കാർ വർദ്ധിക്കാൻ കരാർ വഴിയൊരുക്കും. കൊച്ചിയിലെയും ആലപ്പുഴയിലെയും സമുദ്രോൽപ്പന്ന കയറ്റുമതി ഇതോടെ വർദ്ധിക്കും. കേരളത്തിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ദിവസം ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റ് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഈ മാസം 28 വരെ മത്സ്യബന്ധനം പാടില്ല. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ ജയിലുകളിലെ സുരക്ഷ വിലയിരുത്തുന്നതിന് മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗം രാവിലെ ഓൺലൈനായി ചേരും. ജയിൽ മേധാവി, DIGമാർ, ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. ഇന്ത്യ ഇംഗ്ലണ്ട് 4ാം ടെസ്റ്റിന്റെ 1ാം ഇന്നിംഗ്സ് ഇംഗ്ലണ്ട് ഇന്ന് പുനരാരംഭിക്കും. 3ാം ദിനം കളി നിർത്തുമ്പോൾ ഇന്ത്യക്കെതിരെ 7 വിക്കറ്റിന് 544 റൺസ് എന്ന നിലയിലാണ് ഇംഗ്ലണ്ട്. നിലവിൽ 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇംഗ്ലണ്ട് 2-1 മുന്നിലാണ്. വനിതാ ചെസ് ലോകകപ്പ് ഫൈനലിലെ ആദ്യ മത്സരത്തിൽ ഇന്ന് ഇന്ത്യൻ താരങ്ങളായ കൊനേരു ഹംപിയും ദിവ്യ ദേശ്മുഖും ഏറ്റുമുട്ടും. ജോർജിയയിലെ ബാത്തുമയിൽ ഇന്ന് വൈകിട്ട് 4:30 മത്സരം. 2ാം മത്സരം നാളെ നടക്കും. സമനില വന്നാൽ മറ്റന്നാൾ നടക്കുന്ന ടൈ ബ്രേക്കറിലൂടെ വിജയിയെ നിശ്ചയിക്കും. ലോക 5ാം നമ്പർ താരമാണ് കൊനേരു ഹംപി. ദിവ്യ ദേശ്മുഖ് 18ാം സ്ഥാനത്താണ്. ഡേവിസ് കപ്പ് ടെന്നീസിൽ സ്വിറ്റ്സർലൻഡിനെതിരായ മത്സരത്തിനുള്ള ഇന്ത്യൻ ടീമിൽ രാജ്യത്തെ 1ാം നമ്പർ സിംഗിൾസ് താരം സുമിത് നാഗലിനെ ഉൾപ്പെടുത്തി. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സുമിത് ഡേവിസ് കപ്പ് ടീമിലെത്തുന്നത്. ചൈന ഓപ്പൺ ബാഡ്മിന്റൺ ഡബിൾസിൽ ഇന്ത്യൻ ജോഡികളായ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യം സെമി ഫൈനലിൽ കടന്നു. ക്വാർട്ടർ ഫൈനലിൽ മലേഷ്യൻ സഖ്യത്തെ 21-18, 21-14 എന്ന സ്കോറിന് ഇന്ത്യൻ താരങ്ങൾ പരാജയപ്പെടുത്തി. ഇന്ന് നടക്കുന്ന സെമി ഫൈനലിൽ ലോക 2ാം സ്ഥാനക്കാരായ മലേഷ്യൻ ജോഡികളെ അവർ നേരിടും. പുരുഷന്മാരുടെ പോൾ വാൾട്ടിൽ ഇന്ത്യയുടെ ദേശീയ റെക്കോർഡ് പുതുക്കിയ യുവതാരം ദേവ് കുമാർ മീണ. ജർമ്മനിയിൽ നടക്കുന്ന ലോക സർവകലാശാല ഗെയിംസിൽ 5.4 മീറ്റർ മറികടന്നാണ് പുതിയ ഉയരം കുറിച്ചത്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി എൽസ്റ്റണിൽ തയ്യാറാക്കുന്ന ടൌൺഷിപ്പിലെ മാതൃകാ വീടിന്റെ നിർമ്മാണം ഈ മാസം 30 പൂർത്തിയാകും. കിടപ്പുമുറി, 2 മുറികൾ, സിറ്റ് ഔട്ട്, ലിവിംഗ്, സ്റ്റഡി റൂം, ഡൈനിംഗ്, അടുക്കള, സ്റ്റോർ ഏരിയ എന്നിവയാണ് 1000 ചതുരശ്ര അടിയിലുള്ള മാതൃകാ വീട്ടിൽ പൂർത്തിയാവുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. മാൽദീവ്സിന്റെ 60ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വിശിഷ്ട അതിഥിയായി പങ്കെടുക്കും. വിദേശ പര്യടനം പൂർത്തിയാക്കി 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തമിഴ്നാട്ടിലെത്തും. 4800 കോടിയിലധികം രൂപയുടെ പദ്ധതികൾക്ക് തുടക്കമിടും. അടൽ പെൻഷൻ യോജനയിൽ ഈ സാമ്പത്തിക വർഷത്തിൽ മാത്രം 39 ലക്ഷം പേർ അംഗത്വം നേടി. ഇന്ന് വിജയ് ദിവസ്. 1999 കാർഗിൽ യുദ്ധത്തിൽ ജീവൻ ബലിയർപ്പിച്ച ധീര സൈനികർക്ക് രാഷ്ട്രം ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നു. വനിതാ ചെസ് ലോകകപ്പ് ഫൈനലിലെ ആദ്യ മത്സരത്തിൽ ഇന്ന് ഇന്ത്യൻ താരങ്ങളായ കൊനേരു ഹംപിയും ദിവ്യ ദേശ്മുഖും ഏറ്റുമുട്ടും. കേരളത്തിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്ക്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്
ഇന്ന് അവധി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.